തിരുവചനം തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ശാലോം ടെലിവിഷൻ്റെ വചന ശുശ്രൂഷയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മലയിലെ പ്രസംഗത്തിൽ ഈശോ പറഞ്ഞ മൂന്നാമത്തെ കാര്യമാണ്. ഈശോ അവിടെ ഇപ്രകാരം പറഞ്ഞു: ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. ശാന്തത എന്ന് പറയുന്ന പുണ്യത്തെക്കുറിച്ച് കർത്താവ് മനോഹരമായിട്ട് പ്രസംഗിക്കുകയാണ്. അവർക്കുള്ള വലിയ അനുഗ്രഹം ഭൂമിയിലെ സകല നന്മകളും അവർക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ശാന്തതയുള്ളവരെ ഭൂമിയിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അവർ എവിടെ ചെന്നാലും ജനങ്ങൾ അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യും. ശാന്തത മനുഷ്യരെ ആകർഷിക്കുന്ന ഏറ്റവും വലിയ പുണ്യങ്ങളിൽ ഒന്നാണ്. അപ്പൊ ഇന്ന് കർത്താവ് ഈ വചനത്തിലൂടെ എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? തന്നിൽ നിന്നും കണ്ടു പഠിക്കുവാനായിട്ട് ഈശോ പറഞ്ഞ ഒരേ ഒരു കാര്യം എന്താണ്? അത് മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 29-ാമത്തെ തിരുവചനം: ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്നിൽ നിന്ന് പഠിക്കുവിൻ. മരിച്ചവരെ ഉയർപ്പിക്കാൻ തന്നിൽ നിന്ന് പഠിക്കുവാനായിട്ട് ഈശോ പറഞ്ഞിട്ടില്ല. അപ്പം വർദ്ധിപ്പിക്കുവാനോ അന്ധന് കാഴ്ച കൊടുക്കുവാനോ എന്നിൽ നിന്ന് പഠിക്കുവിൻ. കടലിന്റെ മുകളിൽ കൂടെ നടക്കുന്നത് എങ്ങനെയാണെന്ന് എന്നിൽ നിന്ന് പഠിക്കുവിൻ. ഇതൊന്നും യേശു പറഞ്ഞിട്ടില്ല. പകരം തന്നിൽ നിന്നും പഠിക്കുവാൻ ആവശ്യപ്പെട്ട ഏക കാര്യം, താൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ അത് എന്നിൽ നിന്ന് പഠിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉള്ളിലെ എളിമയുടെ പുറമേയുള്ള വെളിപ്പെടുത്തലാണ് ശാന്തത. ഉള്ളിൽ എളിമയില്ലാത്ത വ്യക്തികൾക്ക് പുറമേ ശാന്തത കിട്ടുവാൻ ബുദ്ധിമുട്ടാണ്. ഉള്ളിലുള്ള എളിമയുടെ വലിയൊരു പുറമേ നമുക്ക് കാണാൻ പറ്റുന്ന അടയാളമാണ് ശാന്തത എന്ന് സഭാപിതാക്കന്മാരും ആത്മീയ ഗുരുക്കന്മാരും പഠിപ്പിക്കും. സാധാരണഗതിയിൽ ശാന്തരായി കാണപ്പെടുന്ന ചില വ്യക്തികൾ, സ്വാഭാവിക ശാന്തതയുള്ളവർ, നല്ലൊരു സാഹചര്യം വന്നാൽ ശാന്തത കൈവിട്ടു പോകുന്നതായിട്ട് കാണുന്നു. അതിനെപ്പറ്റി അല്ല ഇവിടെ പറയുന്നത്. ഏത് സാഹചര്യത്തിലും ശാന്തമായിരിക്കാനുള്ള ഒരു പ്രത്യേകമായ ഗ്രേസ്, കൃപ ദൈവം തരുന്നതിനെ പറ്റിയാണ്. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, പ്രാർത്ഥനയാലും വചനത്താലും കൂദാശകളാലും മാത്രം കിട്ടുന്ന ഒരു പുണ്യമല്ല ശാന്തത. തീർച്ചയായിട്ടും പ്രാർത്ഥന വേണം, വചനധ്യാനം വേണം, കൂദാശകൾ വേണം, വിശുദ്ധ കുർബാന വേണം, ഒക്കെ ശരിയാണ്. ദൈവവുമായിട്ടുള്ള ആഴമേറിയ ബന്ധത്തിലൂടെ തന്നെയാണ് നമുക്ക് ദൈവിക പുണ്യങ്ങൾ കൈവരുന്നതും വാസ്തവമാണ്. ഒരു വ്യക്തി ദൈവത്തിൻ്റെ കൂടെ നടക്കുവാൻ ആരംഭിക്കുമ്പോൾ, ആത്മീയ ജീവിതത്തെ ഗൗരവമായിട്ട് എടുക്കാൻ തുടങ്ങുമ്പോൾ, ആ വ്യക്തി പടിപടിയായിട്ട് വളരും. ചിലപ്പോൾ അല്പം പതുക്കെ ആയിരിക്കാം, സ്ലോ ആയിട്ടായിരിക്കാം, സാരമില്ല, പക്ഷെ ഒരു വളർച്ച ഉണ്ടാകണം. ആ യാത്രയിൽ ഈ മനുഷ്യാത്മാവ് കണ്ടെത്തുന്ന ഒരു കാര്യം ദൈവത്തിൻ്റെ അപരിമേയമായ മഹത്വമാണ്. ദൈവത്തിൻ്റെ ആ തേജസ്സും ദൈവത്തിൻ്റെ മഹത്വവും ഒരു മനുഷ്യാത്മാവിനെ അത്ഭുതപ്പെടുത്തുന്നു. ഇത്രയും മഹത്വവാനായ ഒരു ദൈവം തന്നെ തേടി ഭൂമിയിലേക്ക് കടന്നു വരികയും മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിക്കുകയും ചെയ്തു എന്ന കാര്യം യേശുവിൻ്റെ ഏത് അത്ഭുതങ്ങളെക്കാളും ഒരു മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നതും കടലിൻ്റെ മുകളിൽ കൂടി നടന്നതുമൊക്കെ വലിയ അത്ഭുതങ്ങളാണെങ്കിലും അതിനേക്കാളും വലിയൊരു അത്ഭുതമായിട്ട് മനുഷ്യാത്മാവിന് തോന്നുന്നത് സർവശക്തനായ ദൈവം തന്നെ താഴ്ത്തി ശൂന്യവൽക്കരിച്ച് ഒരു മനുഷ്യനായി മാറി കുരിശിൽ പിടഞ്ഞു മരിച്ചു, തന്നെ രക്ഷിച്ചു, തൻ്റെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി അത്രമാത്രം എളിമപ്പെട്ടു എന്നുള്ള വസ്തുത. ഇത് രണ്ടും ഒരു മനുഷ്യാത്മാവിനെ അത്ഭുതപ്പെടുത്തുന്നു. ഒന്ന്, ദൈവത്തിൻ്റെ അപരിമേയമായ മഹത്വം. രണ്ട്, ഈ ദൈവം തന്നെ രക്ഷിക്കാൻ വേണ്ടി ഇത്രമാത്രം എളിമപ്പെടുകയും
ശൂന്യവൽക്കരിക്കുകയും ചെയ്തു എന്നുള്ള സത്യം. അതോടൊപ്പം മൂന്നാമതൊരു കാര്യം തന്നെ അത്ഭുതപ്പെടുത്തുന്നു, താൻ എത്ര നിസ്സാരനാണ് എന്നുള്ള തിരിച്ചറിവ്. 750 കോടി ജനങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ വെറും ഒരു പൊടി മാത്രമാണ് താൻ എന്നുള്ള തിരിച്ചറിവ്. കോടാനുകോടി നക്ഷത്രങ്ങളുള്ള ഈ പ്രപഞ്ചത്തിൽ തൻ്റെ നിസ്സാരത, ദൈവത്തിൻ്റെ മഹത്വവും തൻ്റെ നിസ്സാരതയും തന്നെ എളിമയിലേക്കും ശാന്തതയിലേക്കും നയിക്കും. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഇന്ന് വചനം തിരുവചന ശുശ്രൂഷയിൽ നമ്മൾ അല്പം കൂടി വ്യത്യസ്തമായിട്ട് ഇതൊന്ന് ചിന്തിക്കുക. ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം മാത്രം പോരാ ശാന്തത എന്ന് പറയുന്ന പുണ്യം കിട്ടുവാൻ. അതിൻ്റെ കാരണം മനുഷ്യനിൽ കുടികൊള്ളുന്ന അഹം, ഞാനെന്ന ഭാവം അത്രയ്ക്ക് വലുതാണ്, അത്രയ്ക്ക് ഒരു ഉരുക്കിനോളം ബലമുള്ളതാണ്. അപ്പം ഇതിനെ തകർത്തുകൊണ്ട് ശാന്തത എന്ന പുണ്യം നമ്മിൽ നിക്ഷേപിക്കുവാൻ, നമ്മിലേക്ക് പകർന്നു തരുവാൻ ദൈവം എടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗമുണ്ട്. അതാണ് നമ്മെ തീച്ചൂളയുടെ അനുഭവത്തിലൂടെ കടത്തി വിട്ടുകൊണ്ട് തകർക്കുക എന്ന് പറയും. നമ്മെ തകർക്കുന്നത് നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, പണിതുയർത്താൻ വേണ്ടിയിട്ടാണ്. വചനം പറയുന്നുണ്ടല്ലോ, അവിടെ നിന്ന് മുറിവേൽപ്പിക്കും, എന്നാൽ വെച്ച് കെട്ടും, തകർക്കും, പണിതുയർത്തും. നമ്മൾ ഈ ഓട്ടക്കാരെ കണ്ടിട്ടില്ലേ? ഓട്ടക്കാരുടെ ഒരു പ്രത്യേകത, നമ്മൾ ക്രിക്കറ്റ് കളിയിലാണെങ്കിലും ഓടാൻ പോകുമ്പോഴാണെങ്കിലും കണ്ടിട്ടില്ലേ? ക്രിക്കറ്റ് കളിയിൽ ബൗൾ ചെയ്യാൻ പോകുന്ന ബോളർ പുറകോട്ട് പോകുന്നതായിട്ട് കാണാം. പുറകോട്ട് ആദ്യം നടന്നോ ഓടിയോ പോകും. നമ്മൾ ഓർക്കും, ഇയാൾ എന്തിനാ ഈ പുറകോട്ട് പോകുന്നത്? പുറകോട്ട് പോകുന്നത് എന്തിനാണെന്നറിയാവോ? മുൻപോട്ടുള്ള ഓട്ടത്തിന് സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഹൈ ജമ്പ് ചാടുന്നവരും ലോങ് ജമ്പ് ചാടുന്നവരും ഒക്കെ ആദ്യം പുറകോട്ട് പോകും. ഈ പുറകോട്ട് പോകുന്നത് മുൻപോട്ടുള്ള യാത്രയ്ക്ക് സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ മുൻപോട്ടുള്ള യാത്രയ്ക്ക് സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ പുറകോട്ട് കൊണ്ടുപോകുന്ന ഒരു പരിപാടി ദൈവത്തിനുണ്ട്. നമുക്കും കണ്ടു നിൽക്കുന്നവർക്കും തോന്നും നമ്മൾ പുറകോട്ടാണ് പോകുന്നത്, അയ്യോ ആ വ്യക്തി ഇതാ പുറകോട്ട് പോകും. പക്ഷെ ദൈവം ആ വ്യക്തിയെ എന്തിനോ വേണ്ടി ഒരുക്കുകയാണ്. മുൻപോട്ട് നേരത്തെ ഓടിയതിനേക്കാളും വളരെ വേഗതയിൽ ഒരു മാനിനെ പോലെ ഓടുവാൻ കലമാന്റെ വേഗത പാദങ്ങൾക്ക് നൽകിക്കൊണ്ട് ആത്മീയ ജീവിതത്തിൻ്റെ ഉന്നതിയിലേക്ക് ഓടിക്കയറുവാൻ തക്കവണ്ണം ഒരു ശക്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ വ്യക്തിയെ പുറകോട്ട് കൊണ്ടുപോകുന്നത്. അതൊരു വേദനയിലൂടെ ആയിരിക്കാം, തകർച്ചകളിലൂടെ ആയിരിക്കാം, അപമാനത്തിലൂടെ ആയിരിക്കാം, തിരസ്കരണത്തിലൂടെയാകാം, തെറ്റിദ്ധാരണയിലൂടെയാകാം, സാമ്പത്തിക തകർച്ചയാകാം, ശാരീരിക രോഗങ്ങളായിരിക്കാം, എന്തോ ആയിക്കോട്ടെ, ആ വ്യക്തിയെ ദൈവം ഒന്ന് പുറകോട്ട് കൊണ്ടുപോകും. എന്തിന്? അഭിഷേകം പിൻവലിച്ചുകൊണ്ട് പോലും ദൈവം നമ്മളെ പഠിപ്പിക്കും. ആത്മീയ അനുഭവങ്ങൾ പിൻവലിക്കുന്നു, ശുശ്രൂഷയിൽ പരാജയങ്ങൾ അനുവദിക്കുന്നു, ശുശ്രൂഷയിൽ അഭിഷേകം കുറച്ച് കളയുന്നു. പരാജയപ്പെട്ടതായിട്ട് ജനങ്ങൾക്കും നമുക്കും തോന്നുന്നു. നമുക്കുണ്ടായിരുന്ന ആത്മീയമായിട്ടുള്ള അനുഭവങ്ങൾ ദൈവം എടുത്തു മാറ്റുന്നു. ആത്മീയ സന്തോഷവും ആത്മാവിന് ദൈവം നൽകിക്കൊണ്ടിരുന്ന ആശ്വാസങ്ങളും ഒക്കെ പിൻവലിക്കുന്നു. നമ്മൾ വിചാരിക്കും നമ്മൾ പുറകോട്ട് പോയി, എല്ലാം തകർന്നു. പക്ഷെ ഒരു ചെറിയ കാലയളവ് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നു, ആത്മീയ അനുഭവങ്ങളെല്ലാം ശക്തിയോടെ ദൈവം മടക്കി തരുന്നു, അഭിഷേകം കൂടുന്നു, ദൈവമായിട്ടുള്ള ബന്ധം ആഴപ്പെടുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ തകർത്തിട്ടാണ് ശാന്തത തരുന്നത്. ബൈബിളിൽ മോശ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം ഈജിപ്തിലെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് നേടിയ വ്യക്തിയാണ്. കൊട്ടാരത്തിൽ വളർന്നു വന്നതിനാൽ എല്ലാവിധ പാണ്ഡിത്യവും വിജ്ഞാനവും ഡിഗ്രികളും PhDയും മോശയ്ക്കുണ്ടായിരുന്നു. നല്ല ആഹാരവും എക്സസൈസും യുദ്ധ പരിശീലനവും ഉണ്ടായിരുന്നത് കൊണ്ട് കൈക്കും കാലിലും ഒക്കെ നല്ല മസിലുമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒറ്റ അടിക്ക് ഒരാളെ കൊന്നുകളയാനുള്ള ബലം ഉണ്ടായിരുന്നു. ഇസ്രായേൽക്കാരനും ഈജിപ്തുകാരനും തമ്മിൽ തർക്കമുണ്ടായപ്പോൾ ഒറ്റ അടിക്ക് ഒരു ഈജിപ്തുകാരനെ കൊന്ന് മണ്ണിൻ്റെ അകത്ത് ചവിട്ടി താത്തിക്കളഞ്ഞു. അത്രയ്ക്ക് ശക്തനായിരുന്നു, ദേഷ്യക്കാരനായിരുന്നു. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് എടുത്തുചാട്ടമാണ്, കോപമാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ എടുത്തുചാട്ടക്കാരനും കോപിഷ്ഠനും ഒറ്റയടിക്ക് ഒരാളെ കൊന്നുകളഞ്ഞവനുമായ കോപത്തിൻ്റെ പര്യായമായ മോശയെ ദൈവം കൈകാര്യം ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ദൈവം അതിന് ആ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് തകർച്ചകൾ അനുവദിക്കുകയാണ്. വലിയ പരാജയങ്ങളും അപമാനങ്ങളും ദാരിദ്ര്യവും അനുവദിക്കുക. അമ്മായിയപ്പൻ്റെ വീട്ടിൽ, ജെത്രോ എന്ന് പേരുള്ള അമ്മായിയപ്പൻ്റെ വീട്ടിൽ ഒന്നിനും കൊള്ളാത്തവനായി
രാവിലെ അമ്മായിയപ്പൻ്റെ ആടുകളെയും മേയിച്ചുകൊണ്ട്, സ്വന്തമായിട്ടൊരു ആട് പോലും ഇല്ലാത്ത മോശ അമ്മായിയപ്പൻ്റെ ആടുകളെയും കൊണ്ട് രാവിലെ തന്നെ ആട് മേയ്ക്കാൻ ഇറങ്ങുന്നു. വൈകുന്നേരം ആകുമ്പോൾ ആടുകളെ കൊണ്ട് അമ്മായിയപ്പന് കൊടുക്കുന്നു. അമ്മായിയപ്പന് അതിന് പകരം ഭക്ഷണം കൊടുക്കും. ഇങ്ങനത്തെ ഒരു ജീവിതം. ഒന്നുമില്ല, സമ്പത്തില്ല, കൊട്ടാരത്തിൽ കഴിഞ്ഞിരുന്നവൻ ആട് മേയ്ക്കുന്നവനായി തീർന്നു. പക്ഷെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 40 വർഷം ഇങ്ങനെയുള്ള ഒരു ജീവിതത്തിൻ്റെ ഒടുവിൽ കർത്താവിൻ്റെ വചനം സംഖ്യയുടെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഭൂമുഖത്ത് ജീവിച്ചിരുന്ന ഏറ്റവും സൗമ്യനായ വ്യക്തിയായിരുന്നു മോശ. കാണുക, 40 വർഷം ദൈവം കൈകാര്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒറ്റയടിക്ക് ഒരു മനുഷ്യനെ കൊന്നു കളഞ്ഞവൻ ഇതാ ലോകത്തന്ന് ജീവിച്ചിരുന്ന കോടിക്കണക്കിന് ജനങ്ങളിൽ ഏറ്റവും ശാന്തതയും സൗമ്യതയുമുള്ള ഒരു മനുഷ്യനായി തീർന്നു. ഒരു കരണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കുന്ന ശാന്തത. സ്വന്തം സഹോദരിയായ മിറിയാം മോശയ്ക്കെതിരെ ബഹളമുണ്ടാക്കുമ്പോൾ സാഷ്ടാംഗം വീണ് സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മോശ. അവളുടെ കുഷ്ഠരോഗം മാറ്റാൻ ദൈവത്തിൻ്റെ കാല് പിടിക്കുന്ന മോശ. ലക്ഷക്കണക്കിന് വരുന്ന ഇസ്രായേൽ ജനം പെറുപിറുക്കുമ്പോൾ അസ്വസ്ഥനാകാതെ ജനത്തിനു വേണ്ടി നിലവിളിക്കുന്ന മോശ. തനിക്കെതിരെ ആരെല്ലാം ബഹളത്തിന് വന്നാലും അവരോട് തിരിച്ച് യുദ്ധത്തിന് പോകാതെ തൻ്റെ ജനത്തെ സ്നേഹിച്ച മോശ. ജനത്തിൻ്റെ കുറവുകളും കുറ്റങ്ങളും ക്ഷമിച്ചുകൊണ്ട് ശാന്തത കൈവെടിയാതിരുന്ന മോശ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് നമ്മുടെ ദൈവം. വീണ്ടും പത്രോസിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാം. പത്രോസും ഒരു എടുത്തുചാട്ടക്കാരനും കോപിഷ്ഠനുമായിരുന്നു. വെട്ടൊന്ന് തുണ്ടൻ രണ്ട്. ഈ പത്രോസിനെ കർത്താവ് കരങ്ങളിൽ എടുക്കുന്നു. യേശുവിനെ തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക് തള്ളിയിടുന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ പത്രോസിന് മനസ്സിലാകുന്നു. തനിക്ക് ദൈവത്തെ തള്ളിപ്പറയാൻ മാത്രമേ സാധിക്കൂ എന്ന് പത്രോസിന് മനസ്സിലാവുന്നു. അത് പത്രോസിനെ എളിമയിലേക്കും ശാന്തതയിലേക്കും നയിക്കും. ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ പോലും ദൈവത്തിൻ്റെ കൃപ വേണമെന്ന് പത്രോസിന് മനസ്സിലാവും. അതുകൊണ്ടാണല്ലോ നമ്മൾ വചനത്തിൽ വായിക്കുന്നത്, യേശു കർത്താവാണ് എന്നേറ്റു പറയാൻ പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ ആർക്കും സാധ്യമല്ല. എന്ന് വച്ചാൽ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് സ്നേഹത്തോടെ യേശുവേ നീ കർത്താവാകുന്നു, നീ എൻ്റെ നാഥനാകുന്നു എന്ന് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പറയണമെങ്കിൽ അതിനു പോലും ദൈവത്തിൻ്റെ കൃപ വേണം. അത്രയ്ക്ക് നിസ്സാരനാണ് നമ്മളെന്ന് വചനം പറയുന്നത്. ഈ നിസ്സാരതയിലേക്കാണ് ദൈവം നമ്മളെ കൊണ്ടുവരുന്നത്. നമ്മളെ ശൂന്യവൽക്കരിച്ചതിന് ശേഷം ആ ശൂന്യതയിൽ തൻ്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയ്ക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മളെ വട്ടപൂജ്യമാക്കിയതിന് ശേഷം ആ പൂജ്യത്തിൻ്റെ അകത്ത് മുഴുവൻ വന്ന് നിറയുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മളെ തകർത്ത് തരിപ്പണമാക്കിയതിന് ശേഷം 1000 നിലകളുള്ള ഒരു കെട്ടിടം പോലെ നമ്മളെ ഉയർത്തി കെട്ടിപ്പൊക്കുന്നവനാണ് നമ്മുടെ ദൈവം. പ്രിയപ്പെട്ടവരെ, ബൈബിളിലെ ദൈവം ഒരു മിസ്റ്ററിയാണ്. ലോജിക്ക് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ദൈവം. ദൈവത്തെ ലോജിക്ക് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റിയാൽ ദൈവം നമ്മുടെ ബുദ്ധിയെക്കാളും താഴെയായി പോകും. അതുകൊണ്ടാണല്ലോ ത്രിത്വത്തെ അനേകർ നിഷേധിക്കുന്നത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ഒന്നാകുന്നെന്നാണ് ചോദിക്കുന്നത്. ഇതെല്ലാം ദൈവത്തെ ബുദ്ധി കൊണ്ട് അളക്കാൻ പറ്റണമെന്നാണ് ചിലർ പറയുന്നത്. ദൈവത്തെ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് അളക്കാൻ പറ്റിയാൽ, മനസ്സിലാക്കാൻ പറ്റിയാൽ ദൈവം നിങ്ങളുടെ ബുദ്ധിയെക്കാളും താഴെയായി പോയില്ലേ? നിങ്ങൾ ദൈവത്തെക്കാളും വലുതായി പോയില്ലേ? മനസ്സിലാക്കുക. ദൈവത്തെ ലോജിക്കിൻ്റെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ ദൈവം നമ്മുടെ ജീവിതത്തിൽ തകർച്ചകളിലൂടെ നമ്മെ ശാന്തതയിലേക്ക് കൊണ്ടുവരും. ദൈവത്തിൻ്റെ സ്നേഹമാണത്. അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കുതിരകളെ നല്ല മെരുക്കമുള്ള കുതിരകളാക്കി മാറ്റാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഈ കാട്ടിലൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കുതിരകളെ നമ്മൾ പിടിച്ചെടുക്കും. ആദ്യം തന്നെ അതിന് ഏതെങ്കിലും ഒരു കുരുക്കിട്ടോ വലയിട്ടോ ഏതെങ്കിലും വിധത്തിൽ ഒരു കുഴി കുഴിച്ചോ ഒക്കെ കുതിരയെ പിടിക്കും. പക്ഷെ ഈ കുതിര മെരുങ്ങത്തില്ല. കാര്യം ഇത് കാട്ടിൽ തോന്നിവാസം ജീവിച്ച കുതിരയാണ്. അതിനെ കൺട്രോൾ ചെയ്യുന്നത് അതിന് ഒട്ടും ഇഷ്ടമല്ല. അതിനെ ആരും നിയന്ത്രിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും, ഇരിക്കാൻ പറഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കും. ആരെങ്കിലും അതിൻ്റെ പുറത്ത് കയറാൻ നോക്കിയാൽ തൊഴിച്ച് താഴെ ഇടും. അപ്പം അതുകൊണ്ട് ഇതിനെ മെരുക്കുക എന്ന് പറയുന്നത് വലിയൊരു പാടാണ്, പ്രയാസപ്പെട്ട ജോലിയാണ്. അപ്പം ഇതിനു വേണ്ടി പരിശീലിപ്പിക്കുന്ന വ്യക്തി ചെയ്യുന്ന എന്താണെന്നറിയാമോ? കുതിരയുടെ മൂക്കിൻ്റെ അകത്തൂടെയും വായുടെ അകത്തൂടെയും ചേർത്ത് ഒരു കയറിടും. നിങ്ങൾ പശുവിനൊക്കെ കണ്ടിട്ടില്ലേ? നമ്മൾ മൂക്ക് കയറിടുക എന്ന് പറയും. മൂക്കിൻ്റെ പാലം തുളച്ചുകൊണ്ടിടുന്ന ഒരു കയറാണിത്. ഈ കയറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കുതിര എന്തെങ്കിലും ഒരു അനുസരണക്കേട് കാണിക്കുകയോ
കോപം കാണിക്കുകയോ ദേഷ്യം കാണിക്കുകയോ ചവിട്ടാൻ ഒരുങ്ങുകയോ ചെയ്താൽ ഈ മൂക്ക് കയറിൽ പിടിച്ച് പുറകോട്ടൊരു വലി വലിക്കും. ഈ വലിയോടുകൂടി അതിശക്തമായ വേദന അനുഭവിക്കുന്ന കുതിര നിന്ന നിപ്പിന് അവിടെ തന്നെ നിൽക്കും. ഒരടി പിന്നെ മുന്നോട്ട് പോകത്തില്ല. എന്തു പറഞ്ഞാലും അനുസരിക്കും. കാരണം അതിന് സഹിക്കാൻ പറ്റാത്ത വേദനയാണ് ഈ മൂക്ക് കയറെ പിടിച്ച് നമ്മൾ പുറകോട്ട് വലിക്കുമ്പോൾ. ഈ മൂക്ക് കയറെ പിടിച്ച് വലിക്കുന്നതും മെരുക്കമില്ലാത്ത കുതിര ശാന്തമാകുന്നു. ഇങ്ങനെ അനേക ആഴ്ചകൾ മൂക്ക് കയറിൽ പിടിച്ച് വലിച്ച് ഇതിനെ കൺട്രോൾ ചെയ്യിച്ച് നിയന്ത്രണത്തിന് കീഴിൽ കൊണ്ടുവന്ന് ഒടുവിൽ ഏത് വ്യക്തിക്കും അതിൻ്റെ പുറത്ത് കയറിയിരുന്ന് സമാധാനത്തോടെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ കുതിരയെ മെരുക്കിയെടുക്കുകയാണ്. കാണുക, കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് ഒരു നിയന്ത്രണവും ഇല്ലാതിരുന്ന, ആരെക്കൊണ്ടും നിയന്ത്രിക്കാൻ പറ്റാതിരുന്ന തോന്നിവാസം ജീവിച്ച കുതിര ഇതാ ഒരു മനുഷ്യന്റെ വാക്ക് കേട്ട് അടങ്ങി ഒതുങ്ങി കഴിയുകയാണ്. ഇതുപോലെ തന്നെ മറ്റൊരു കാര്യമുണ്ട്. ഷീപ്പ് ഡോഗ്സ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് യൂറോപ്യൻ രാജ്യങ്ങളിൽ ചെമ്മരിയാടുകളെ വളർത്തുന്ന വലിയ മലകളുണ്ട്. നൂറുകണക്കിന് ആയിരക്കണക്കിന് ചെമ്മരിയാടുകളെ വളർത്തുന്ന വലിയ ഫാംസ്, വലിയ കേന്ദ്രങ്ങളുണ്ട്. അപ്പം ഇതിനെ രാവും പകലും കള്ളന്മാർ വന്ന് മോഷ്ടിച്ചു കൊണ്ട് പോകാതെ കുത്തിയിരുന്ന് നോക്കുക മനുഷ്യരെ കൊണ്ട് സാധ്യമല്ല. അതിനുവേണ്ടി അവിടുത്തെ മുതലാളിമാർ ചെയ്യുന്നത്, ഉടമസ്ഥർ ചെയ്യുന്നത്, ഷീപ്പ് ഡോഗ്സിനെ വളർത്തും. ഷീപ്പ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ നായ്ക്കളാണ്, പട്ടികളാണ്. ഈ പട്ടികളെ പരിശീലിപ്പിക്കും. പരിശീലനം ഭയങ്കരമാണ്. ഒന്ന്, ഒരു കാരണവശാലും ഇത് ആടുകളെ തൊടാൻ പാടില്ല, ആടുകളെ കടിക്കാൻ പാടില്ല, ആടുകളെ കടിച്ച് തിന്നാനും പാടില്ല. അപ്പം അതിന് ഈ ഡോഗ്സിനെ, ഈ നായ്ക്കളെ വലിയ വേദനയിലൂടെ കടത്തിവിട്ടാണ് പരിശീലിപ്പിക്കുന്നത്. ആടിനെ കൊണ്ടുവന്ന് മുൻപിൽ നിർത്തിയിട്ട് കടിക്കാൻ പോകുമ്പോൾ നല്ല അടി കൊടുക്കും. അങ്ങനെ അനേകം ആഴ്ചകളും മാസങ്ങളും കഴിയുമ്പോൾ പിന്നെ ആട് അടുത്തുകൂടി വന്നാൽ പോലും ഈ നായ്ക്കൾ തൊടാത്തൊരവസ്ഥയാവും. എത്ര വിശപ്പുണ്ടെങ്കിലും ഈ ആടുകളെ പിടിക്കാൻ പറ്റാത്ത, കടിക്കാത്ത ഒരു മാനസിക അവസ്ഥ രൂപപ്പെടും. എന്നിട്ട് കള്ളന്മാർ പിടിക്കാൻ വന്നാൽ ഓടിച്ചിട്ട് പിടിക്കാനുള്ള പരിശീലനം കൊടുക്കും. എന്നിട്ട് ഈ ഷീപ്പ് ഡോഗ്സിനെ അഴിച്ചു വിട്ടിരിക്കുകയാണ്. അതൊരു 10-25 ഷീപ്പ് ഡോഗ്സ് ആ മലയിൽ കാണും. ഈ ആടുകളെ രാവും പകലും എന്താ പറയേണ്ടത്, പരിപാലിച്ച് അതിനെ കാത്തു സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ, ഈ ആടുകളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ, സംരക്ഷണം കൊടുക്കാൻ ഈ ഷീപ്പ് ഡോഗ്സ് ആണ് പിന്നീട് പ്രയോജനപ്പെടുന്നത്. അപ്പോൾ ഒന്നിനും കൊള്ളാതെ കാണുന്നവരെയെല്ലാം ഓടിച്ചിട്ട് കടിച്ചുകൊണ്ടിരുന്ന നായ്ക്കളെ വേദനയിലൂടെ പരിശീലിപ്പിച്ച് ശാന്തതയിലേക്ക് കൊണ്ടുവരും. മൂന്നാമത്തെ ഉദാഹരണം, വിൻമിൽസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് കാറ്റുകൊണ്ട് പ്രവർത്തിക്കുന്ന വൈദ്യുതി ഉൽപാദന കേന്ദ്രങ്ങൾ. ശക്തമായിട്ട് നമ്മളെ തകർത്ത് കളയാൻ വരുന്ന കൊടുങ്കാറ്റിനെ ഈ വിൻമിൽസിന്റെ പങ്കാകൾ ഏറ്റെടുക്കുകയും ഈ വിൻമിൽസ് കറങ്ങുന്ന അനുസരിച്ച് ഈ കൊടുങ്കാറ്റിനെ കറന്റാക്കി മാറ്റുകയാണ്, വൈദ്യുതിയാക്കി മാറ്റുന്നു, ഇലക്ട്രിസിറ്റി ആക്കി മാറ്റുന്നു, പ്രയോജനകരമുള്ളതാക്കി മാറ്റുന്നു. നാലാമത്തെ ഉദാഹരണം, പ്രളയജലം കുത്തി ഒലിച്ചു വരികയാണ് മലമുകളിൽ നിന്നും. നമ്മുടെ ദേശത്തിലേക്ക് എല്ലാത്തിനെയും മുക്കിക്കളയുവാൻ വരുന്ന വെള്ളത്തെ, നശിപ്പിക്കാൻ വരുന്ന പ്രളയജലത്തെ അണകെട്ടി സംരക്ഷിക്കുകയാണ്. ഒരു അണക്കെട്ട്, ഒരു ഡാം ഉണ്ടാക്കുകയാണ്. ഈ ഡാം ഉണ്ടാക്കി കഴിയുമ്പോൾ എന്ത് പറ്റുന്നു? എല്ലാത്തിനെയും തകർക്കാനോട്ട് കുത്തി ഒലിച്ചു വരുന്ന വെള്ളത്തെ അണകെട്ടി ശാന്തമാക്കുന്നു. എന്നിട്ട് ആ വെള്ളം കൊണ്ട് നമ്മൾ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നു, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഞാൻ ഇത്രയും ഉദാഹരണം പറഞ്ഞത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ കർത്താവ് കൈകാര്യം ചെയ്യുന്ന ഒരു സ്വർഗീയ രഹസ്യം പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ ശാന്തത എന്ന് പറയുന്ന പുണ്യം കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു, ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിക്കുന്നു, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ബോധ്യങ്ങൾ തരുന്നു. ഇതിനോടൊപ്പം തന്നെ ദൈവം നമ്മളെ തൻ്റെ കൈകളാൽ മെരുക്കിയെടുക്കുന്നു, മൂക്ക് കയറിട്ട് നമ്മളെ പരിശീലിപ്പിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് ശാസിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലും ഹെബ്രായ ലേഖനത്തിലും നമ്മൾ വായിക്കുന്നത്. ദൈവം നമ്മളെ കൈകാര്യം ചെയ്യട്ടെ. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ എളിമയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും. അപ്പോൾ ദൈവം ഉയർത്താൻ വേണ്ടിയാണ് താഴ്ത്തുന്നത്, ദൈവം വളർത്താൻ വേണ്ടിയാണ് തകർക്കുന്നത്, ദൈവം മുന്നോട്ട് വേഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് പുറകോട്ട് കൊണ്ടുപോകുന്നത്. ഇത് ദൈവവുമായിട്ട് നമ്മൾ നടക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ ടോട്ടൽ കൺട്രോളാണ്. കർത്താവ് അറിയാതെ ഒരു മുടിനാരഴ പോലും കൊഴിയത്തില്ല. അതാണ് സത്യം. യേശുവിന് ജീവിതം കൊടുത്തു കഴിയുമ്പോൾ യേശുവിൻ്റെ കരങ്ങളിലാണ് നമ്മൾ. പിന്നീട് സംഭവിക്കുന്നത് എല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അതാണ് ഒരു വലിയ രഹസ്യം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കും. ശാന്തതയുള്ള വ്യക്തികളുടെ പ്രത്യേകത എന്താണ്?
ഏത് സാഹചര്യത്തിലും അവർ ദൈവോന്മുഖരായിരിക്കും. അതായത് സന്തോഷത്തിൽ മതിമറന്ന് അഹങ്കരിക്കത്തില്ല, ദൈവത്തിന് നന്ദി പറയും. സങ്കടം വരുമ്പോൾ അമിതമായിട്ട് നിരാശപ്പെട്ടു പോകത്തില്ല, ദൈവ പദ്ധതിക്ക് കീഴ്പ്പെട്ടുകൊണ്ട് നന്ദിയും സ്തുതിയും അർപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ജോബിന്റെ പുസ്തകത്തിൽ ജോബിനെ കാണുന്നില്ലേ? ഏത് സാഹചര്യത്തിലും ജോബ് ശാന്തത കൈവടിയാതെ ദൈവത്തോടൊപ്പം പോകുകയാണ്. അത് ആഴമേറിയ ആത്മീയതയുടെ അടയാളമാണ്. രണ്ടാമത് ശാന്തതയുള്ള വ്യക്തികളുടെ പ്രത്യേകത എന്താ? രണ്ടാമത്തെ പ്രത്യേകത എന്താണ്? പാപികളുടെ നേർക്ക് കരുണയുണ്ടായിരിക്കും. പാപികളെ വിധിക്കത്തില്ല, തെറ്റിൽ കിടക്കുന്ന വ്യക്തികളെ പുച്ഛിച്ച് തള്ളത്തില്ല, വിധിച്ച് തള്ളത്തില്ല. പകരം കരുണയോടെ അവരെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു പ്രത്യേകത ശാന്തതയുള്ളവരിൽ കാണാനായിട്ട് പറ്റും. കാരണം ഇവർ ദൈവത്താൽ പരിശീലിപ്പിക്കപ്പെട്ടവരാണ്, ദൈവത്തിന്റെ കരുണ വേണ്ടുവോളം അനുഭവിച്ചവരാണ്. അതുകൊണ്ട് പാപത്തിൽ കിടക്കുന്നവരോട് കരുണ കാണിക്കും. നമ്മൾ ദൈവത്തിന്റെ വചനം ഗലാത്യ ലേഖനത്തിന്റെ 6-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ് പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുന്നത്. സഹോദരരെ, നമ്മളോട് പറയാം, പൗലോസ്ലീഹായിലൂടെ ദൈവം പറയാം, സഹോദരരെ, നിങ്ങളിൽ ആരെങ്കിലും ഒരുവൻ തെറ്റിലകപ്പെട്ടാൽ ആത്മീയരായ നിങ്ങൾ അവനെ സൗമ്യതയോടെ വീണ്ടെടുക്കുവിൻ, ശാന്തതയോടെ വീണ്ടെടുക്കുവിൻ. ശാന്തത എന്ന് പറയുന്ന ഒരു പുണ്യത്തോടു കൂടിയാണ് പാപത്തിൽ കഴിയുന്ന വ്യക്തികളെ നമ്മൾ നേടേണ്ടത്. പത്രോസ് ദൈവത്താൽ കൈകാര്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ യേശു ക്രിസ്തുവിനെ കുരിശിൽ തറച്ചു കൊന്ന ജനത്തിന് മുമ്പിലുള്ള പ്രസംഗം വളരെ മനോഹരമാണ്. പത്രോസ് അവരെ വിധിക്കുന്നൊന്നുമില്ല, പത്രോസ് കുറ്റപ്പെടുത്തുന്നില്ല, പകരം ശാന്തമായിട്ട് പറയാണ്, നിങ്ങൾ അറിവില്ലായ്മ നിമിത്തമാണ് യേശുവിനെ ക്രൂശിൽ തറച്ചതെന്ന് എനിക്കറിയാം. കണ്ടോ, പത്രോസിന് പാപികളുടെ നേർക്ക് വളരെ മൈൽഡായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ശാന്തവും മൃദുവുമായ ഒരു മനോഭാവം കടന്നു വന്നു. 3, നമ്മോട് തർക്കിക്കാൻ വരുന്നവരോട് നമ്മൾ വളരെ മനോഹരമായ ഒരു മനോഭാവം പുറത്തെടുക്കുന്നു. അതുകൊണ്ടാണ് 2 തിമോത്തി 2-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മൂഢവും ബാലിശവുമായ വാദപ്രതിവാദത്തിൽ ഏർപ്പെടരുത്, അത് കലഹങ്ങൾക്കിടയാക്കുമെന്ന് നിനക്കറിയാമല്ലോ. കർത്താവിന്റെ ദാസൻ കലഹപ്രിയനായിരിക്കരുത്, പകരം ക്ഷമാശീലനും ശാന്തനുമായിരിക്കണം. എതിർക്കുന്നവരെ അവൻ സൗമ്യതയോടെ തിരുത്തണം. അപ്പൊ തർക്കിക്കാൻ വരുന്നവരടുത്ത് തർക്കിക്കാൻ പോകരുതെന്നാണ് ഇവിടെ വചനം പറയുന്നത്. പകരം സൗമ്യതയോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. വീണ്ടും ദൈവം ഇല്ല എന്നും പറഞ്ഞ് നമ്മുടെ അടുത്ത് വന്ന് ബഹളമുണ്ടാക്കുന്നവരോട് എന്ത് പറയണം? നിങ്ങളുടെ വിശ്വാസം ശരിയല്ല, നിങ്ങൾ വിശ്വസിക്കുന്നതൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞ് തർക്കിക്കാൻ വരുന്നവരോട് എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്? അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ 1 പത്രോസ് 3:15 ഇങ്ങനെ വായിക്കുന്നു, ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. നിങ്ങൾക്കുള്ള പ്രത്യാശയെപ്പറ്റി വിശദീകരണം ആവശ്യപ്പെടുന്ന ഏവരോടും അത് പറഞ്ഞു കൊടുക്കുവാൻ സദാ സന്നദ്ധരായിരിക്കുവിൻ. എന്നാൽ അത് ശാന്തതയോടും സൗമ്യതയോടും കൂടെ ആയിരിക്കട്ടെ. അപ്പൊ യേശു ക്രിസ്തുവിനെ പറ്റി ഒരു വ്യക്തിയോട് പറഞ്ഞു കൊടുക്കുന്നത് പോലും ശാന്തതയോടും സൗമ്യതയോടും കൂടെ ആയിരിക്കണം. ദൈവമില്ല എന്ന് പറഞ്ഞ് തർക്കിക്കാൻ വരുന്നവരുടെ നേരെ അതേ നാണയത്തിൽ ദൈവം ഉണ്ടെന്ന് പറഞ്ഞ് എടുത്ത് ചാടരുതെന്നാണ് പറയുന്നത്. നമുക്കുള്ള പ്രത്യാശയെപ്പറ്റി നമ്മൾ പറയുമ്പോൾ, വ്യാഖ്യാനിക്കുമ്പോൾ, വിശദീകരിച്ചു കൊടുക്കുമ്പോൾ അതുപോലും ശാന്തതയോടും സൗമ്യതയോടും കൂടെ ആയിരിക്കട്ടെ എന്ന് പറയുകയാണ്. ഈശോ കുരിശിൽ മരിക്കുന്ന സമയത്ത് ഈശോയിൽ വെളിപ്പെട്ട ശാന്തത തന്നെ ആയിരിക്കണം അതിൽ ഒരു കള്ളനെ, ഒരു കുറ്റവാളിയെ മാനസാന്തരത്തിലേക്ക് നയിച്ചത്. ആ ശതാധിപൻ തൻ്റെ റോമൻ ഹെൽമറ്റ് തലയിൽ നിന്ന് ഊരിക്കൊണ്ട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞില്ലേ, ഇവൻ സാക്ഷാൽ നീതിമാനായിരുന്നു, ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് ശതാധിപൻ വിളിച്ചു പറഞ്ഞതിൻ്റെ കാരണം യേശുവിൽ കണ്ട ശാന്തത തന്നെ ആയിരിക്കണം. ശാന്തശീലർ അനുഗ്രഹീതർ, അവർ ഭൂമി അവകാശമാക്കും. കർത്താവേ, അങ്ങിൽ നിന്ന് കണ്ടു പഠിക്കുവാനായിട്ട് ഞങ്ങളോട് ആവശ്യപ്പെട്ട ഈ വലിയ പുണ്യം അങ്ങ് തന്നില്ലെങ്കിൽ ഞങ്ങൾക്കൊരിക്കലും നേടാനാവില്ല. അങ്ങത് ദാനമായിട്ട് പരിശുദ്ധാത്മാവിലൂടെ, അങ്ങയുടെ പ്രവൃത്തിയിലൂടെ, അങ്ങ് ഞങ്ങളിൽ ചെയ്യുന്ന അങ്ങയുടെ രഹസ്യകരമായ പ്രവർത്തനങ്ങളിലൂടെ, മിസ്റ്ററീസിലൂടെ അങ്ങ് ഞങ്ങളിൽ ശാന്തത എന്ന പുണ്യത്തെ വളർത്തിത്തരണമേ ദൈവമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.